ഗൈസ് ആയിഷ് നാട്ടിൽ എത്തിയിട്ടുണ്ട്. അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. ഇവളോടും ഇവളുടെ ചേച്ചിയോടും ഇന്നലെ ഞാൻ പറഞ്ഞ എയർപോർട്ട് എത്തി കഴിഞ്ഞിട്ട് ലഗേജ് എടുത്തുകൊണ്ട് തന്നെ വിളിച്ചാൽ അതിൻ്റെ ഇടയിൽ ഇവളൊരു 5:30 എത്തിക്കണം. ഇവിടെ ഫ്ലൈറ്റിൻ്റെ സമയം 6:15 എന്താണ് ലാൻഡിങ് ടൈം പറഞ്ഞത്. കറക്റ്റ് 5:30 ഇവിടെ എത്തി വിളിച്ചു. നാട്ടിൽ നിന്ന് എന്തൊക്കെയോ തിന്നാൻ പോകുന്നുണ്ട്. ബീഫോ പോർക്കോ നാടൻ കോഴിയൊക്കെ വെച്ചിട്ടുണ്ട്. വൈഫ് എത്തിയില്ല. വൈഫ് എത്താൻ ചിലപ്പോൾ ഡിലേ ആവും. പിള്ളേരെ അവിടെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഏതപ്പന സ്കൂളിൽ ചേർത്തതാണല്ലോ ഇവിടെ. ഇവിടുത്തെ അവസ്ഥ ഇടയ്ക്ക് ഓൺലൈനാവും, ഇടയ്ക്ക് സ്കൂൾ തുറക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെന്തായാലും ഫീസ് കൊടുക്കണം. സ്കൂൾ ബസ്സിൻ്റെ ഫീസ്, നമുക്ക് സ്കൂൾ ബസ് ഇല്ല, എന്നാലും ഇവിടുത്തെ റൂൾ അനുസരിച്ച് സ്കൂളിൽ പോയാലും ഇല്ലെങ്കിലും സ്കൂൾ ബസ്സിൻ്റെ ഫീസും കൊടുക്കണം, സ്കൂൾ ഫീസും കൊടുക്കണം. എനിക്കൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിള്ളേരെ പഠിപ്പാണ്. നമ്മളെ കാണാണ്ടാവുമാർക്ക് യാതൊരു വിഷമില്ല. അപ്പം ഞാൻ പറഞ്ഞു അവരവിടെ വെക്കട്ടെ, അവളോട് കയറി വരാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഇവിടുന്ന് DH എഴുതാലോ. അവൾ പഠിച്ച ഒപ്റ്റോമെട്രിയാണ്. പിള്ളേരൊക്കെ ആയിട്ട് ഒരു 3-4 വർഷമായിട്ട് അവൾക്ക് ഗ്യാപ്പോ റെസ്റ്റൊന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു 1-2 മാസം നീ ഇങ്ങോട്ട് പോരെ. അപ്പം അമ്മ അവരെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അമ്മയും പപ്പയും പറഞ്ഞു പിള്ളേരെ ഞങ്ങൾ നോക്കിക്കോളാം, അവളെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇന്നിനി അവൾക്ക് എങ്ങനെയാണാവോ. അന്ന് പോയപ്പോൾ എമിറേറ്റ്സും ബിസിനസ് ക്ലാസ്സൊക്കെ കിട്ടിയിട്ട് പോയേക്കണ്. ഇനി ഇന്നെന്തൊക്കെ കിട്ടിയേക്കണാവോ. താഴത്തൊന്നല്ല അവള് ബിസിനസ് ക്ലാസ്സിലൊക്കെ പോയ കാരണം. അവളുടെയൊക്കെ ഒരു ഭാഗ്യം. അവൾ കണ്ണുവെക്കണത് കേട്ടോ. ഇനി കണ്ണു വെച്ചൊന്നും പറയണതേ. വന്നിട്ട് കുറെ കൊല്ലങ്ങളായില്ല. ആ വീഡിയോയിൽ ഞാൻ കുറെ കമന്റ് കണ്ടു, ചേട്ടന് തീരെ അസൂയില്ലെന്ന്. ചെറിയ അസൂയ ഉണ്ടായിരുന്നു എനിക്ക്. ലീവ് കഴിഞ്ഞ് ഐശ്വര്യം എത്തിയിട്ടുണ്ട്. ചായ കുടിക്കാൻ വേണ്ട. നീ ചായ കുടിക്കില്ലല്ലോ അല്ലേ? ഒരു മസാല ദോശ ഫുള്ള് തിന്നാൻ പോലും ഒക്കെ ആംബിയറില്ല. എന്നോട് കഴിച്ചോളാം. കാര്യത്തിൽ ഇവളും ഇവളുടെ ചേച്ചിയും കണക്കന്നെ.